നമസ്തേ ഭദ്രേ നാരായണ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ മുരുകൻ ഹിന്ദുമതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദേവനാണ്. പരബ്രഹ്മ സ്വരൂപനും സുഖദായകനും അഭിഷേകപ്രിയനുമായ ഭഗവാൻ ശ്രീ മുരുകനെ വിധിപ്രകാരം ആചരിച്ച് പ്രീതിപ്പെടുത്തി ദുഃഖമകറ്റി ഭൗതികവും ആധ്യാത്മികവുമായ ആഗ്രഹ സാഫല്യം നേടാൻ ഷഷ്ടിവ്രതം പോലെ ശ്രേഷ്ഠമായ തൈപ്പൂയം 2025 ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ്. സുബ്രഹ്മണ്യ പൂജയ്ക്ക് വിശേഷമായ ചൊവ്വാഴ്ച തൈപ്പൂയം കൂടി വരുന്നത് അതിവിശിഷ്ടമായി കരുതുന്നു. ഇതിന് വ്രതമെടുക്കുന്നവർ തൈപ്പൂയത്തിന് 3 ദിവസം മുമ്പ് മത്സ്യമാംസാദികൾ വെടിഞ്ഞ് വ്രതം തുടങ്ങണം. തലേ ദിവസം ഒരു നേരമേ അരിയാഹാരം പാടുള്ളൂ. തൈപ്പൂയ ദിവസം പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. അതിന് സാധിക്കാത്തവർ അരിയാഹാരം ഉപേക്ഷിച്ച് കരിക്കും പഴവർഗ്ഗങ്ങളും മറ്റും കഴിച്ച് വ്രതമെടുക്കുക. വ്രത ദിവസങ്ങളിൽ രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓം വജത് ഭവേ നമഃ, ഓം ശരവണ ഭവഃ തുടങ്ങിയ മന്ത്രങ്ങൾ 108 പ്രാവശ്യം ജപിക്കണം. പകലുറക്കം പാടില്ല. വ്രതദിനങ്ങളിൽ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ ധ്യാന ശ്ലോകം, സുബ്രഹ്മണ്യ ഗായത്രി, സുബ്രഹ്മണ്യ അഷ്ടോത്തരം, സുബ്രഹ്മണ്യ പഞ്ചരത്നം, സുബ്രഹ്മണ്യ സഹസ്രനാമം തുടങ്ങിയവ ചൊല്ലുന്നത് ഉത്തമമാണ്. തൈപ്പൂയത്തിന് പിറ്റേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാം. സന്താനമില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർ ഒരുമിച്ച് ഈ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യമുണ്ടാകും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി, ശത്രുദോഷ ശമനം, മുൻജന്മ ദോഷശാന്തി, വിവാഹ ഭാഗ്യം, പ്രണയ സാഫല്യം തുടങ്ങിയവ ഗുണാനുഭവങ്ങളും തൈപ്പൂയ വ്രതാനുഷ്ഠാനത്തിന്റെ ഫലമായി ലഭിക്കും. ചൊവ്വാദോഷം കാരണം മാംഗല്യഭാഗ്യം ലഭിക്കാത്തവർ മകരത്തിലെ തൈപ്പൂയം മുതൽ എല്ലാ മാസവും പൂയം നക്ഷത്ര ദിവസം 1 വർഷം വ്രതം അനുഷ്ഠിച്ചാൽ ദോഷശാന്തി ഉണ്ടാവും, മംഗല്യഭാഗ്യം കൈവരും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തൈപ്പൂയം ഇത്തവണ ആചരിക്കാൻ കഴിയട്ടെ. ശ്രീ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭദ്രേ നാരായണ.